കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് ഹർത്താലിനെ തള്ളി പൊതുജനം. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നു. സ്വകാര്യ വാഹനങ്ങളും ഓടുന്നുണ്ട്. മേഘ മാധവനുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും. മേഘ, ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നടന്ന സംഘർഷം, ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് അവിടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ആ ഒരു ഹർത്താലിനെ പൂർണ്ണമായും തള്ളുന്ന സാഹചര്യമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? സിന്ദൂരി, അതായത് പൊടുന്നനെ പ്രഖ്യാപിച്ച ഒരു ഹർത്താലായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനം ഈ ഹർത്താലിനെ പാടെ തള്ളിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നു. KSRTCയും സജീവമായി തന്നെ നിരത്തിലുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓട്ടോ ടാക്സിയൊക്കെ നിർത്തിയിട്ട കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞായറാഴ്ച ദിവസമാണ്, അതിൻ്റെ ഒരു ആലസ്യമുണ്ടെങ്കിൽ തന്നെ പൊതുവെ സജീവമായി തന്നെ കോഴിക്കോട് ജില്ല മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെയായിരുന്നു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. 61 വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് ഭരണം കോൺഗ്രസിന് നഷ്ടമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 8 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഏകദേശം ഉച്ചവരെ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. കള്ളവോട്ട് ചെയ്യാനെത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പിടികൂടിയതോടുകൂടിയാണ് സംഘർഷം ആരംഭിക്കുന്നത്. അതിനു പിന്നാലെ വലിയ പ്രശ്നങ്ങൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കുന്നു. അങ്ങനെ ജനാധിപത്യ സംരക്ഷണ മുന്നണി ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കോൺഗ്രസ് വിമതർ CPMന്റെ പിന്തുണയോടുകൂടിയാണ് ബാങ്ക് ഭരണം പിടിച്ചെടുക്കുന്നത്. 61 വർഷങ്ങൾക്ക് ശേഷം ഭരണം നഷ്ടമാകുമെന്ന് കണ്ടതിന് പിന്നാലെ തന്നെയാണ് കോൺഗ്രസ് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ വാഹനങ്ങളൊക്കെ തന്നെയും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ഓട്ടോ ടാക്സി ഉൾപ്പെടെ ഓടുന്നുണ്ട്. KSRTCയും സർവീസ് നടത്തുന്നു. യാത്രക്കാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും ഈ ഹർത്താലിനോട് സഹകരിക്കില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് കടകളൊക്കെ തന്നെയും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. പൊതുവെ അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ചില കടകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ തരത്തിലും ഹർത്താലിനെ പൂർണ്ണമായും പൊതുജനം തള്ളിയിരിക്കുകയാണ്. മുക്കത്തുൾപ്പെടെ ചിലയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ കട അടപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പോലീസ് എത്തി അത് ശാന്തമാക്കി. എന്നാലും ചിലയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ കട അടപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ രാവിലെ ഏകദേശം 10 മണി ആകുന്നതോടുകൂടി തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യക്തമാണ് മേഘ. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ സംഘർഷം സൃഷ്ടിച്ച് പിന്നീട് ഹർത്താലിന് ആഹ്വാനം ചെയ്ത ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏറ്റൊരു വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നും കാണുവാൻ സാധിക്കുന്നത്. ഹർത്താലിനോട് സഹകരിക്കില്ലെന്നാണ് വ്യാപാരികളും പൊതുജനങ്ങളും വ്യക്തമാക്കിയത്. മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.